നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. നമുക്കപ്പം MSK ഒപ്പം തന്നെ മുഹമ്മദ് ജസീം. അപ്പോൾ അങ്ങനെ ചെന്നൈ തുടർച്ചയായ രണ്ടാമത്തെ പരാജയം, പഞ്ചാബിനെ തുടർച്ചയായ രണ്ടാമത്തെ വിജയം. ചെന്നൈ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്നലത്തെ MSKയുടെ പ്രവചനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ല, ഇതിൽ പ്രവചിച്ചതൊക്കെ കറക്റ്റായിരുന്നു. ഞാനെല്ലാം നിഷേധിക്കുന്നില്ല, അങ്ങനെ ഒളിച്ചു മാറാനൊന്നും താല്പര്യമില്ല. പക്ഷേ കൃത്യമായിട്ടും ചെന്നൈ വിജയിക്കുന്ന പറഞ്ഞു, ചെന്നൈ തോറ്റു. ആയുഷ് മാത്രനെ കൊണ്ടൊന്നും ആവില്ല എന്ന് പറഞ്ഞു. ചെന്നൈയിൽ കളിച്ചത് ആയുഷ് മാത്രയുടെ കാര്യം എന്നല്ല ഞാൻ പറഞ്ഞത്. ചെന്നൈക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്രവചനങ്ങളുള്ളത് ചെന്നൈ ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പ്രവചിക്കുന്നത്. പക്ഷെ ചെന്നൈയും കൂടി അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജയിക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഒരു കൂട്ടം 11 പേർ എന്ന രീതിയിലാണ് ചെന്നൈ ഈ മത്സരം കളിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് ആ ഒരു പ്ലേയിങ് 11 സെലക്ഷനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു ടീമിൽ സ്വാഭാവികമായിട്ടും 4 വിദേശ പ്ലേയേഴ്സിനെ കളിപ്പിക്കാം. പക്ഷേ ഈ ടീമിൽ എത്ര വിദേശ പ്ലേയേഴ്സാണുള്ളത്? 2 പേര് മാത്രം. അതായത് 9 പേരും ഇന്ത്യൻ പ്ലേയേഴ്സാണ്. 4 പേരെ കളിപ്പിക്കാവുന്ന സിറ്റുവേഷനിൽ വെറും 2 പേരെ മാത്രം വിദേശ കളിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെന്നൈ ഈ പ്ലേയിങ് 11 ഉൾപ്പെടുത്തി ഓവർട്ടനെ മാറ്റം ചെയ്തു. കഴിഞ്ഞ ആ ഓവേർട്ടിനെ മാറ്റവും ചെയ്തു. എന്നിട്ട് മാറ്റ് ഹെൻറി, നൂർ അഹമ്മദ്, ഈ 2 പേര് മാത്രമാണ് വിദേശ കളിക്കാർ. അവർക്ക് ഒരു വിദേശ ബാറ്റർ പോലും ക്വാളിറ്റിയുള്ള ഡെവാൾ ബ്രവിസ് ഒഴിച്ച് വെറും 2 പേര് മാത്രമാണ് അവർക്ക് വിദേശ ബാറ്ററായിട്ട് ആ ടീമിലുള്ളത്. ഒരാൾക്ക് പരിക്ക് വരികയാണെങ്കിൽ ആ ടീമിന്റെ ബാലൻസ് മൊത്തം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഡെവാൾ ബ്രവിസിന് പരിക്കാണ്. അതിന് പകരം ഷോട്ടിനെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഉപയോഗിച്ചു. അത് വലിയൊരു പരാജയമായി മാറി. ഡെവാൾ ബ്രവിസിന് പരിക്കായത് കൊണ്ട് ആ ടീമിന്റെ കോമ്പിനേഷനോ അല്ലെങ്കിൽ ഘടന തന്നെ കൃത്യമായിട്ടും പൊളിച്ചെഴുന്ന ഒരു അവസ്ഥയാണ്. 9 പേർ, അതായത് ഒരു 2 പേരെ മാത്രം വിദേശ 4 പേരെ ഉപയോഗിക്കാവുന്ന സിറ്റുവേഷനിൽ ഒരു 2 പേരെ മാത്രം ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് കൃത്യമായും പറയാൻ കഴിയുന്ന മത്സരമായിരുന്നു ഇത്. പിന്നെയുള്ളത് മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ ടീമിന്റെ ഇതുപോലെ തന്നെ ഈ ബോളേഴ്സ്, അതായത് നമ്മൾ ചെന്നൈക്ക് 209 റൺസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഡിഫെൻഡബിൾ ആയിട്ടുള്ള ടോട്ടലായിരുന്നു. പക്ഷേ ഈ കമ്പോജും അതുപോലെ തന്നെ കലീലും മാറ്റ് ഹെൻറിയൊക്കെ എറിയുന്നത് എന്തെങ്കിലും ആ ബാറ്റ്സ്മാൻ, ഇപ്പോൾ പ്രിയാൻ ഷാരിയും അല്ലെങ്കിൽ ശ്രേയസ് അയ്യറും ഒക്കെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും ഒരു പന്ത് അവർ എറിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ മഷിയിട്ട് നോക്കേണ്ടി വരും. ഒരു പന്ത് പോലും അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നില്ല. മാറ്റ് ഹെൻറിയൊക്കെ വെറുതെ എറിഞ്ഞു പോകുന്നു. ഒരു യവന രാജകുമാരനെ പോലെ അദ്ദേഹം പന്തെറിയാൻ വരുന്നു, എറിയുന്നു, പോകുന്നു. റണ്ണ് ആ സമയത്ത് അവരൊരു എഫേർട്ടും ഇല്ല, അതൊരു ഫുട് വർക്ക് പോലും ഇല്ല. നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കൃത്യമായിട്ട്, അതായത് എല്ലാ പന്തുകളും കറക്റ്റ് അവരുടെ ലൈനിൽ എറിയുന്നു, അത് അവർ 6 അടിക്കുന്നു. അതായത് അവരെ അലട്ടിയ ഒരു പന്ത് പോലും കമ്പോജിന്റെ കയ്യിലുണ്ടായിരുന്നില്ല, മാറ്റ് ഹെൻറിയുടെ കയ്യിലുണ്ടായിരുന്നില്ല. അവസാന ഓവറുകളിൽ തീരെ ഉണ്ടായിരുന്നില്ല. അവസാന ഓവറിൽ വിക്കറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഒരു അമിത ആവേശം കൊണ്ട് മാത്രമാണ്. ശ്രേയസ് അയ്യരുടെയും അതുപോലെ വധേരയുടെ ഒക്കെ വിക്കറ്റ് നഷ്ടപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ പോലും ചെന്നൈ ബോളേഴ്സ് ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള പന്തുകൾ എറിഞ്ഞിട്ടില്ല. രാഹുൽ ചഹാറിന്റെ കുറച്ച് പന്തുകൾ ഉണ്ടായിരുന്നു എന്നതൊഴിച്ച് ബാക്കി ചെന്നൈ ബോളേഴ്സിന്റെ പന്തുകളൊക്കെയും ദുർബലമായ പന്തുകളായിരുന്നു. അതിനൊപ്പം ചെന്നൈയുടെ നിരയിൽ പ്രശാന്ത് വീർ എന്ന താരത്തെ എന്തിനാണ് അവർ ടീമിൽ ഉൾപ്പെടുത്തിയതെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതെ, മാറ്റ് ഷോട്ടിന് പകരം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണ്. ഒരു ബോളിംഗ് ഓൾറൗണ്ടർക്ക് ഒരു പന്ത് പോലും, ഒരു ഓവർ പോലും കൊടുത്തിട്ടില്ല. അതായത് ഒരു ഓവർ പോലും ഇദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. 15 കോടി കൊടുത്തിട്ടാണ് ഈ പ്രശാന്ത് വീറിനെ ടീമിലേക്ക് എടുത്തിരിക്കുന്നത്. 2 പേരെ എടുത്തിരിക്കുന്നു, കാർത്തികിനെയും അതുപോലെ പ്രശാന്ത് വീറിനെയും. 15 കോടി കൊടുത്തിട്ട് ഒരു ബോളിംഗ് ഓൾറൗണ്ടറെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് ഒരു ഓവർ പോലും കൊടുക്കാതെ നിൽക്കുകയാണ് ചെന്നൈ ഇന്ന് ചെയ്തത്. അതായത് ഒരു ഘട്ടത്തിൽ പോലും ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ഒരു ക്ലൂലെസ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടത്. പിന്നെ ഋതുരാജിന്റെ ബാറ്റിങ്ങിനെ കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു. 11.2 ഓവറിലാണ് അദ്ദേഹം ഔട്ടാവുന്നത്. അതായത് സാധാരണഗതിയിൽ 13-14 ഓവർ ആകുമ്പോഴത്തേക്ക് സെഞ്ചുറികൾ പിറന്ന IPL മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഋതുരാജ് ഔട്ടാകുന്ന സമയത്ത് 12ാമത്തെ ഓവറിൽ അദ്ദേഹം ഔട്ടാകുന്ന സമയത്ത് അദ്ദേഹം നേടിയിരിക്കുന്നത് വെറും 28 റൺസാണ്. 22 പന്തിൽ 28 റൺസാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഋതുരാജ് ശരിക്കും ഒരു ചെന്നൈ രഹാനെ എന്ന രീതിയിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ എണ്ണാൻ കഴിയുന്നു തോന്നുന്നു. ഒരു ചെന്നൈ രഹാനെയായിട്ട് രഹാനെ, അതായത് ഒരു ക്യാപ്റ്റന്റെ ഇന്നിങ്സ് ആണ്. അതായത് 12 ഓവർ വരെ ബാറ്റ് ചെയ്യുന്ന ഒരു ക്യാപ്റ്റന്റെ ഇന്നിങ്സ് 22 പന്തിൽ 28, സ്ട്രൈക്ക് റേറ്റ് ലോ ആണ്. ആ സമയത്ത് ആയുഷ് മാത്രയുടെ ഇന്നിങ്സ് മാത്രമാണ് അവിടെ എടുത്തു പറയാനുള്ളത്. ശിവൻ ദുബെയുടെ ഇന്നിങ്സും ഗംഭീരമായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഋതുരാജ് ഗെയ്ക്വാദിന്റെ 12 ഓവറായിട്ടും 30 വരെ എത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ചെന്നൈ രഹാനെയായി കൃത്യമായി ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ചില പോസിറ്റീവുകളും ഉണ്ട്. അതിലെടുത്തു പറയാവുന്ന പോസിറ്റീവ് എന്നുള്ളത് സർഫറാസ് ഖാന്റെ
ബാറ്റിംഗ് ആണ്. സർഫറാസ് ഖാന്റെ ആ ഒരു 12 പന്തുകൾ, അദ്ദേഹം നേരിട്ട 12 പന്തുകൾ എന്ന് പറയുമ്പോൾ 32 റൺസ് അദ്ദേഹം നേടി. ആ 12 പന്തുകൾ നമുക്കറിയാം സർഫറാസിനെ പലപ്പോഴും ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൽ തന്നെ അദ്ദേഹം ഒരുപാട് കാലം ഇന്ത്യൻ ടീമിന്റെ വാതിലിൽ മുട്ടി അവസാനം അത്രയും നിരാശനായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആഭ്യന്തര മത്സരങ്ങളിൽ 2019 അദ്ദേഹത്തിന്റെ ആഭ്യന്തര മത്സരത്തിലെ അദ്ദേഹത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് 134 തൊട്ടടുത്ത വർഷം 2020-21 സീസണിൽ അദ്ദേഹത്തിന്റെ ആഭ്യന്തര മത്സരത്തിലെ ആവറേജ് എന്നുള്ളത് 124 പിന്നെ വീണ്ടും അദ്ദേഹം 134 അടുത്ത വർഷം. അങ്ങനെ അവസാനം ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നു. പിന്നെ ഒന്ന് രണ്ട് മികച്ച ഇന്നിങ്സുകളൊക്കെ കാഴ്ചവെച്ചെങ്കിലും പതിയെ അദ്ദേഹം ടീമിൽ നിന്നും പുറത്താവുന്നു. കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം പുറത്താവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊപ്പം സർഫറാസ് ഖാൻ ഒരു ഘട്ടത്തിൽ ക്രിസ് ഗെയിലൊക്കെ IPL കളിക്കുന്ന സമയത്ത്, ക്രിസ് ഗെയിലും എ വി ഡി വില്ലിയേഴ്സും വിരാട് കോഹ്ലിയൊക്കെ 2016-15 ആ സീസണിൽ 18-കാരനായ സർഫറാസ് ഖാൻ അവരുടെ ടീമിലുണ്ടായിരുന്നു. ഈ അടുത്ത് പോലും കഴിഞ്ഞ വർഷം ക്രിസ് ഗെയിലിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പിന്നെ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യൻ കളിക്കാരൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതേ സർഫറാസ് ഖാന്റെ പേരാണ്. 2016-17 ഘട്ടങ്ങളിൽ ആ സമയത്ത് സർഫറാസ് ഖാന്റെ മിന്നും ക്യാമിയോകൾ 10 പന്തിൽ 20 റൺസും 20 അതിൽ 30 റൺസൊക്കെ എടുത്തിട്ടുള്ള ഒരുപാട് ക്യാമിയോസ് ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലിയും ഡിവിലിയേഴ്സും ഒക്കെ അത് ആസ്വദിച്ചൊരു ഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പതിയെ IPL മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ലേലത്തിൽ പോലും എടുക്കപ്പെടാത്തൊരു അവസ്ഥ വന്നു. അദ്ദേഹത്തെ ഒരു ടെസ്റ്റ് ബാറ്റ്സ്മാനായി മുദ്ര കുത്തുന്ന ഒരു അവസ്ഥ വന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ മാത്രം പുലി എന്ന രീതിയിലുള്ള അവസ്ഥ വന്നു. അതൊക്കെ മാറ്റി ഫിറ്റ്നസ് ഫിസിക് ഉൾപ്പെടെ എല്ലാം അദ്ദേഹം ഒരുപാട് ഓവർ വെയിറ്റ് ഉണ്ട് എന്നുള്ള ഇതൊക്കെ വന്നു. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ഒരു ട്രാൻസ്ഫോർമേഷൻ. കഴിഞ്ഞ മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ സർഫറാസിന്റെ ഇന്നിങ്സ് CSK തോറ്റെങ്കിലും അതെ അത് കൃത്യമായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിലെ അദ്ദേഹത്തിന്റെ ചെറിയ ക്യാമിയോ ആണെങ്കിലും ഒരു ഘട്ടത്തിൽ പിന്നെ ഈ ശിവൻ ദൂബെ അടക്കമുള്ള ബാറ്റർമാർക്ക്, ആയുഷ് മാത്രമുള്ള ബാറ്റർമാർക്കൊക്കെ ശിവൻ ദൂബെക്ക് ഒരു കോൺഫിഡൻസ് നൽകിയത്, അതായത് CSK 200 കടക്കുന്നൊരു കോൺഫിഡൻസ് കൃത്യമായും കിട്ടിയത് സർഫറാസിന്റെ ബാറ്റിംഗ് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പോസിറ്റീവ് ഉണ്ട്. എങ്കിൽ കൂടിയും ചെന്നൈയുടെ ഒരു തോൽവി എന്ന് പറയുമ്പോൾ ചെന്നൈ തുടക്കത്തിൽ തന്നെ തോറ്റിരിക്കുകയാണ് എന്ന രീതിയിലാണ്. അവരുടെ ശരീരഭാഷ, അവരുടെ മൊത്തത്തിലുള്ള പിന്നെ ഗ്രൗണ്ടിലെ പെർഫോമൻസ്, ഫീൽഡിംഗ് മിസ്റ്റേക്കുകൾ, ടീം സെലക്ഷൻ, അങ്ങനെ നോക്കുമ്പോൾ ചെന്നൈ ഞങ്ങൾ തോക്കാൻ വേണ്ടി കളിക്കുന്നവരാണ് എന്ന ഒരു ധാരണയിലാണ് അവർ കളിക്കുന്നതെന്ന് തോന്നുന്നു. റൈറ്റ്. അപ്പോൾ ചെന്നൈ തോൽക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു ശരീരഭാഷയിലാണ്. പക്ഷേ പഞ്ചാബ് ഞങ്ങൾ ജയിച്ചേ തീരൂ എന്ന വാശിയിൽ ഇറങ്ങുന്ന പോലെയാണ് കളിച്ചത്. അതും CSKക്കെതിരെ അതിഗംഭീരമായ റെക്കോർഡുണ്ട് പഞ്ചാബിന്. അത് വീണ്ടും അവർ ആവർത്തിക്കുന്നു. പഞ്ചാബിൻ്റെ ഒരു പ്രകടനം, ഒപ്പം തന്നെ ക്യാപ്റ്റൻ ശ്രേയസിൻ്റെയും. അല്ല, ശ്രേയസ് കഴിഞ്ഞ മത്സരത്തിൽ ശ്രേയസിനൊരു പരിക്കുപറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നോൺ സ്ട്രൈക്കിൽ നിൽക്കുന്ന സമയത്ത് കനോലിയുടെ ഒരു ഷോട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടുന്നു. അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ല എന്ന് വരെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം കളിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു 50 ഇടുന്നു എന്നുള്ളതൊക്കെ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് പഞ്ചാബിൻ്റെ കളി കാണുമ്പോൾ അവർ ജയിക്കാൻ വേണ്ടി, ഇപ്പോൾ നേരത്തെ MSK പറയുന്നത് ചെന്നൈ തോൽക്കാൻ വേണ്ടി കളിക്കുകയാണെങ്കിൽ പഞ്ചാബ് ജയിക്കാൻ വേണ്ടി കളിക്കുന്നത് പോലെ തന്നെയാണ് ആദ്യത്തെ കളി. പക്ഷേ അപ്പോഴും ചെന്നൈക്ക് തിരിച്ചു വരാനുള്ള 2 സാധ്യതകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്തിനെയാണ് തോൽപ്പിക്കുന്നത്. 3 വിക്കറ്റിൻ്റെ ഒരു ജയം. അതിൽ നിന്ന് 5 വിക്കറ്റിൻ്റെ ജയമാക്കി മാറ്റിയെടുക്കുകയാണ് അവർ. ഒരു കളിയില്ല ഒരു ഘട്ടത്തിലേക്ക് അവർ വരിക തന്നെയാണ് ചെയ്യുന്നത് ശരിക്കും ഇത് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ചെന്നൈ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഈ ചെന്നൈ ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ് നമ്മൾ സഞ്ജു സാംസൻ്റെ ഒരു മത്സരം എന്ന് പറയുന്നത്, സഞ്ജു സാംസൺ ഇന്നും നമ്മൾ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. ചെപ്പോക്കിലാണ് കാണികൾ ഒരുപാട് സഞ്ജുവിനെ പ്രതീക്ഷിച്ച് വരികയാണ്. എന്നിട്ട് എന്താണ് സഞ്ജു ചെയ്തത് എന്നുള്ളതാണ്. സഞ്ജു ഒരു അനാവശ്യ ഷോട്ട് എന്നുള്ള രീതിയിലാണ് കീപ്പർ ക്യാച്ച് പോകുന്നതിന് കുറച്ച് കയറി വന്ന് അങ്ങനെ അടിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടോ എന്നുള്ളതും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ സഞ്ജു നേരത്തെയൊക്കെ നമ്മൾ ന്യൂസിലാൻഡ് പര്യടനത്തിലൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ഷോട്ടുകൾ അടിക്കുന്നു, വെറുതെ ഔട്ടാകുന്നൊക്കെ ഒരു ആവശ്യമില്ലാത്തൊരു ഷോട്ടുകൾ അടിച്ചുകൊണ്ട് അദ്ദേഹം ഔട്ടാകുന്നതല്ലേ. ആ രീതിയിലേക്ക് വീണ്ടും സഞ്ജു ആ ഒരു രീതിയിലേക്ക് മാറുകയാണോ എന്നുള്ളൊരു സംശയം കൂടി ഈ കാര്യത്തിലൂടെ മനസ്സിലാവണം. പക്ഷേ അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി നമുക്കുണ്ട്. ഇന്ന് ചെന്നൈയുടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ചെന്നൈ നേരത്തെ MSK പറയുന്നതോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കത്തില്ല. കാരണം ഇന്ന് ചെന്നൈയുടെ എല്ലാ കളിക്കാരും അത്യാവശ്യം ഒന്ന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആയുഷ് മാത്രയെ കുറിച്ച് പറയുന്നില്ല, അദ്ദേഹം ബാറ്റിങ്ങിലല്ല, അല്ല ബാറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ, ബാറ്റിങ്ങിൽ ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ എല്ലാവരും ഒറ്റയൊക്ക സ്കോറിലേക്കൊക്കെ പുറത്താകുന്ന സാഹചര്യത്തിൽ ഇന്നെല്ലാവരും അത്യാവശ്യം കളിച്ചവരൊക്കെ അത്യാവശ്യം അടിക്കുന്ന, അതായത് 200 കടക്കുന്ന ഒരു സ്കോറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ബൗളിങ്ങിൽ അവർക്ക് നിരാശപ്പെടുത്തി, അല്ലെങ്കിൽ അത് അവർക്ക് മുതലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആയുഷ് മാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അണ്ടർ 19 ലോകകപ്പിൽ അദ്ദേഹം നന്നായി പെർഫോം ചെയ്ത ആളാണ്.
അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം നന്നായി കളിക്കുന്നുണ്ട്. അത് ചെന്നൈക്ക് നല്ല മുതൽക്കൂട്ടാവുന്നുണ്ട്. ഇന്നത്തെ ഒരു 73 റൺസ് എന്ന് പറയുന്നത് അതൊരു ഗംഭീര പ്രകടനം തന്നെയാണ്. അദ്ദേഹത്തോടൊപ്പം ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞു ഗെയ്ക്വാദ് ശരിക്കും അദ്ദേഹത്തിന് ഒരു തുണ നൽകുന്ന പോലെ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ തുടക്കത്തിലേക്ക് അദ്ദേഹം അടിച്ചു കളിക്കുന്നു, ഗെയ്ക്വാദ് ഒരു ഭാഗത്ത് നിന്ന് നോക്കുന്നു എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം തീരെ സ്കോർ ചെയ്യാതെ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ ആയുഷ് മാത്രയെ പോലെയുള്ള, സർഫറാസ് ഖാനെ പോലെയുള്ള കളിക്കാരൊക്കെ വരുമ്പോൾ അത് ചെന്നൈക്ക് അടുത്ത മത്സരങ്ങളിലൊക്കെ ഒരു പ്രതീക്ഷയാകും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ആ ഒരു രീതിയിൽ ചെന്നൈ വരികയാണെങ്കിൽ നമുക്ക് ഒരു മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ബൗളർമാരാണ് വീണ്ടും ഈ കാര്യത്തിൽ നമ്മുടെ മത്സരം കയ്യിൽ കിട്ടാവുന്ന ഒരു സാഹചര്യം പലപ്പോഴും ചെന്നൈക്ക് ഉണ്ടായിട്ട് അവസാന നിമിഷം വരെ ഉണ്ട്. നമുക്ക് അവസാന 18ാമത്തെ ഓവറൊക്കെ നമുക്ക് നൂർ അഹമ്മദ് ഇവരൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, നൂർ അഹമ്മദ് അല്ല, നമുക്ക് ഖലീൽ അഹമ്മദ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ ഒരു ഓവറൊക്കെ ബാക്കി കിടക്കുകയാണ്. വേണമെങ്കിൽ അവിടെ ഒന്ന് അദ്ദേഹത്തിന് കൊടുത്തു ഒരു മത്സരം ഒന്ന് ടൈറ്റാക്കാവുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരു പരീക്ഷിക്കുന്ന ഒരു ക്യാപ്റ്റൻസി കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പരാജയപ്പെടുന്ന ഒരു ഉപദേശം കൊടുക്കാൻ ഐ തിങ്ക് ഒരു ധോണി വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവുന്ന എനിക്ക് ക്യാപ്റ്റൻസിയിൽ തോന്നുന്നത്. ഗെയ്ക്വാദിന് എന്തുകൊണ്ടോ അത് സാധിക്കുന്നില്ല എന്നുകൂടി ഇന്നത്തെ ഒരു മത്സരം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവും. ധോണി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോ നമുക്ക് എന്നാണ് സ്ഥിരമായിട്ട് ജസീം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ടീമാണ്, ഞാൻ RCB ആണ്. നമ്മളെന്ന് കുറെ പറയുന്നുണ്ട്, അത് പറയാൻ തുടങ്ങി പറയാം, പിന്നെ ഇന്റർവ്യൂ ചെയ്യേണ്ടത് വിട്ടതാണ്. ഞങ്ങൾ RCB-കാരാണ്. അപ്പോ ഗെയ്ക്വാദിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന്, ക്യാപ്റ്റൻ എന്നുള്ള നിലയിലും ബാറ്റർ എന്നുള്ള നിലയ്ക്കും ഗെയ്ക്വാദ് അമ്പേ പരാജയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഗെയ്ക്വാദിന്റെ തുടർച്ചയായ 6ാമത്തെ പരാജയമാണത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചെപ്പോക്കിലെ തുടർച്ചയായ 6ാമത്തെ തോൽവിയാണിത്. അങ്ങനെ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ചെപ്പോക്ക് അവരുടെ ഒരു പൊന്നാപുരം കോട്ടയായിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം അവരേറ്റവും അവസാന സ്ഥാനക്കാരായിട്ട് പിന്നിട്ടത്. അതിൽ 4 തോൽവി അവസാനമായിട്ട് ചെപ്പോക്കിലെ 4 മത്സരത്തിലും തോൽവിയായിരുന്നു. തീർച്ചയായിട്ടും അതെ മൊത്തം കാണാൻ തോന്നുന്നു. 30,500 മരങ്ങളാണ് വോട്ടുകൾ കൊണ്ട് നടേണ്ടിയിരുന്നത് ആദ്യ മത്സരത്തിൽ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മള് ഈ ഗെയ്ക്വാദിലേക്ക് തന്നെ വരുമ്പോൾ ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്നുള്ള നിലയ്ക്ക് വളരെ മോശം കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു ബൗളിംഗ് ചേഞ്ച്, ഒരു ഫീൽഡിംഗ് ചേഞ്ച് ഒന്നും പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് നടത്താൻ കഴിയുന്നില്ല. റിവ്യൂവിൻ്റെ കാര്യത്തിൽ പോലും പലപ്പോഴും സംശയിച്ച് നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഒരു ബാറ്റർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം അമ്പേ പരാജയമാകുന്ന കാഴ്ച നേരത്തെ MSK പ്രോപ്പറായിട്ട് തന്നെ സൂചിപ്പിച്ചു. അതെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കാരണം രഹാനയായിട്ട് കമ്പയർ ചെയ്ത് രഹാനെ പവർ പ്ലേയിൽ IPL 2023 ശേഷം കഴിഞ്ഞ 4 സീസണിൽ IPL നോക്കുമ്പോൾ പവർ പ്ലേയിൽ 5th അല്ല 2nd ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള 2ാമത്തെ താരമാണ്. മുന്നിലുള്ളത് അഭിഷേക് ശർമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ രഹാനെ ആ രീതിയിൽ നിങ്ങൾ മാറ്റുന്നത്. പക്ഷേ രഹാനയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. 6 ഓവർ കഴിഞ്ഞാൽ, പവർ പ്ലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി സ്ലോ ആക്കുന്നുള്ള പ്രശ്നമേ ഉള്ളൂ. നമുക്ക് ഋതുരാജിലേക്ക് തന്നെ വരാം. ഋതുരാജിലേക്ക് വരുമ്പോൾ സ്ലോ ആയിട്ടുള്ള ഇന്നിങ്സ് മാത്രമല്ല, ഈ സഞ്ജുവിൻ്റെ 2 മോശം കാര്യത്തിലും ഋതുരാജിൻ്റെ ഒരു ചെറിയ പങ്ക് ഉണ്ടാവുന്നുള്ളൂ. കാരണം സഞ്ജുവിന് കൂടെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കളിക്കുന്ന പ്ലെയർ വേണം. അപ്പോൾ അവിടെ ഇന്ത്യൻ ടീമിൽ വരുമ്പോൾ അവിടെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജുവിന് വളരെ കൂളായിട്ട് കളിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. രാജസ്ഥാനിൽ വരുമ്പോൾ സഞ്ജുവിന് ഫ്രീ ആയിട്ട് കളിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇവിടെ ഋതുരാജ് സ്ലോ ആക്കുമ്പോൾ മൊത്തത്തിൽ സഞ്ജുവിന് തന്നെ ഒരു കൺഫ്യൂഷൻ്റെ ഒരു സാഹചര്യമുണ്ട്. ഏത് രീതിയിൽ ആരെ അടിച്ചു തുടങ്ങണം എന്നുള്ള രീതിയിലൊരു കൺഫ്യൂഷൻ ഇവർ തമ്മിൽ ഉണ്ടെന്നുള്ളൊരു സാധനമുണ്ട്. ഋതുരാജ് ഒരിക്കലും ഒരു ഓവർ ഹിറ്റിങ്ങിലേക്ക് പോകുന്ന ഒരു പ്ലെയർ അല്ല. ഋതുരാജ് വളരെ കാമായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആയുഷും സഞ്ജുവും ഓപ്പൺ ചെയ്തുകൊണ്ട് ഋതുരാജ് 3ാം നമ്പറിലാണെങ്കിൽ ചെന്നൈ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇനിയുള്ള മത്സരങ്ങളിൽ അവർക്ക് മുന്നോട്ട് പോകാമെന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരിതാണ്. പിന്നെ മാത്രമല്ല സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കത്തി കിട്ടേണ്ട സാഹചര്യമേ ഉള്ളൂ, പിന്നെ അങ്ങ് സെറ്റ് ആയിക്കോളും. ഒരു ട്രബിൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വേൾഡ് കപ്പിന് മുമ്പേ തന്നെ IPL ട്രേഡും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായ ഒരു ഹൈപ്പിലായിരുന്നു സഞ്ജു. അപ്പോൾ വേൾഡ് കപ്പിൽ ഒരു ടോപ്പ് ലെവൽ പെർഫോമൻസ് കൂടി വന്നതോടുകൂടി സഞ്ജുവിനെ അത് ഒരു നീതീകരിക്കേണ്ട ഒരു സ്വീകാര്യതയ്ക്കും സ്വീകരണത്തിനൊക്കെ നീതീകരിക്കേണ്ട തരത്തിലൊരു പ്രകടനം വരേണ്ടി വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആയുഷിനെ കൂട്ടായിട്ട് കിട്ടിയാൽ കുറെ കൂടി ഫ്രീ ആയിട്ട് സഞ്ജുവിന് കളിക്കാമെന്നുള്ളതാണ് തോന്നുന്നത്. അങ്ങനെ ഓപ്പണിങ്ങിൽ ഒരു മാറ്റം ചെന്നൈ വരുത്തി കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് നല്ലത്. മറുവശത്തേക്ക് ഇനിയിപ്പോൾ പഞ്ചാബിലേക്ക് പോകുമ്പോൾ അവർ തുടർച്ചയായ 2ാമത്തെ വിജയം ജയിക്കുന്ന ഒരു ഓൾറൗണ്ട് ടീമാണ് എല്ലാ അർത്ഥത്തിലും. ഇപ്പോൾ ബാറ്റിങ്ങിലേക്ക് പോകുമ്പോൾ 8ാം നമ്പറുള്ള ബാറ്റർ വരെ അവർ നന്നായിട്ട് കളിക്കുന്ന താരങ്ങളുണ്ട്. ബൗളിംഗ് യൂണിറ്റ് മികച്ച എന്നും അല്പം അടി വാങ്ങിയെങ്കിൽ കൂടിയിട്ട് ബൗളിംഗ് യൂണിറ്റ് മികച്ച യൂണിറ്റ് തന്നെയാണ്. മാത്രമല്ല ശ്രേയസ് അവരെ നന്നായിട്ട്
നയിക്കുന്നൊരു ക്യാപ്റ്റൻ തന്നെയാണ് ശ്രേയസ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 200+ ഏറ്റവും കൂടുതൽ ചേസ് ചെയ്ത് വിജയിച്ച ടീം പഞ്ചാബാണ്. 9 തവണയാണ് അവർ IPL 200+ ചേസ് ചെയ്ത് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര ഒരു ബാലൻസ്ഡായ ടീം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ശ്രേയസ് അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, ആ ടീമിനെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ജയേഷ് പറഞ്ഞ ആ കാര്യത്തോട് യോജിക്കുന്നു. കാരണം ആയുഷ് മാത്രേ പ്ലസ് സഞ്ജു സാംസൺ ഓപ്പണിംഗ് അവർക്ക് പരീക്ഷിക്കാൻ കഴിയുന്നൊരു ഘട്ടമുണ്ട്. പിന്നെയുള്ളത് നമ്മൾ പ്രിയാൻഷ് ആര്യയെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലെ ആ ഒരു അഗ്രഷൻ, 11 പന്തുകളിൽ 39 റൺസ് എന്നുള്ളത് ഓൾറെഡി അദ്ദേഹം ഔട്ടാകുമ്പോഴത്തേക്കും ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഓൾറെഡി എല്ലാ ഡാമേജുകളും അദ്ദേഹം ചെന്നൈ നിരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞ ഒരു സിറ്റുവേഷനാണ്. ഞാൻ ആലോചിക്കുന്നത് മറ്റൊന്നാണ്, ലെഫ്റ്റ് ഹാൻഡറാണ്. നമുക്കിപ്പോൾ എത്ര ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്, അതും പവർ ഹിറ്റിംഗ് ആയിട്ടുള്ള യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി, പ്രിയാൻഷ് സ്പിന്നർ വന്നാൽ തീർന്നു. എണ്ണം എടുത്ത് നോക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് 2000-കളിൽ, അതായത് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ലെഫ്റ്റ് ഹാൻഡർ ആയിട്ട് 90-കളുടെ അവസാനം സൗരവ് ഗാംഗുലി മാത്രം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ പിന്നെ യുവരാജ് സിംഗ് വന്നു, പിന്നെ ഇടയ്ക്കെപ്പോഴും ദിനേശ് മോംഗിയ കുറച്ചു കാലം ഉണ്ടായിരുന്നു, പിന്നെ സുരേഷ് റെയ്ന വന്നു. അതൊക്കെ ഒരുപാട് വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിലാണ്. പക്ഷേ ടോപ്പ് ഓർഡറിൽ നമുക്ക് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല. അതായത് സൗരവ് ഗാംഗുലി മാത്രമേ ഉണ്ടായിരുന്നു, യുവരാജ് സിംഗും ഒരു പരിധി വരെ പിന്നീട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക, അഭിഷേക് ശർമ്മ ലെഫ്റ്റ് ഹാൻഡറാണ്, ഇഷാൻ കിഷൻ ലെഫ്റ്റ് ഹാൻഡറാണ്, വൈഭവ് സൂര്യവംശി ലെഫ്റ്റ് ഹാൻഡറാണ്, പ്രിയാൻഷ് ആര്യ ലെഫ്റ്റ് ഹാൻഡറാണ്, പിന്നെ യശസ്വി ജയ്സ്വാൾ ലെഫ്റ്റ് ഹാൻഡറാണ്, നെഹൽ വധേര ലെഫ്റ്റ് ഹാൻഡറാണ്. ഒരുപാട് ലെഫ്റ്റ് ഹാൻഡേഴ്സിന് നമുക്കിങ്ങനെ അതുകൊണ്ട് സമ്പന്നമായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. അപ്പം ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ ഒരു വരവ് എന്ന് പറയുമ്പോൾ നമ്മൾ സൗരവ് ഗാംഗുലിയുടെ പിൻഗാമികളായിട്ട് ഇത്രയും പേര് വന്നത് ഒരു ഘട്ടത്തിൽ വെറും നമ്മുടെ പിന്നെ എല്ലാവരും റൈറ്റ് ഹാൻഡേഴ്സ് ആയിരുന്നു. സച്ചിൻ, VVS ലക്ഷ്മൺ, രാഹുൽ ദ്രാവിഡ്, വീരേന്ദ്ര സെവാഗ്, എല്ലാവരും റൈറ്റ് ഹാൻഡേഴ്സ്, മഹേന്ദ്ര സിംഗ് ധോണി റൈറ്റ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ലെഫ്റ്റ് ഹാൻഡറെ കൊതിച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതൊരു പവർ ഹിറ്റിംഗ്, ഒരു ആഡം ഗിൽക്രിസ്റ്റിനെ പോലുള്ള പവർ ഹിറ്റിങ്ങിന് കെൽപ്പുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡറെ കൊതിച്ചിരുന്ന ഒരു സമയത്ത് ഇപ്പൊ നമുക്ക് ഒരുപാട് ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ കാണാനും ഭംഗിയാണല്ലോ. ഒരു സ്റ്റെപ്പ് സിക്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഷോട്ടുകൾ കാണാൻ ഭംഗിയുള്ളത് ലെഫ്റ്റ് ഹാൻഡേഴ്സിനെയാണ്. പലപ്പോഴും അത് പലരും പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഒരുപാട് ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ കിട്ടി എന്നുള്ളത് IPL തരുന്ന ഒരു സൗഭാഗ്യമാണ്. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെയുള്ളത് മാറ്റ് ഹെൻറി എന്ന ബോളറുടെ പെർഫോമൻസ് ആണ്. കാരണം നമ്മൾ അദ്ദേഹത്തിൽ ചെന്നൈ അത്രയും വിശ്വാസം അർപ്പിച്ചിട്ടാണ് അദ്ദേഹം, കാരണം എന്താ പറയുക, അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ടെസ്റ്റിലും വൺ ഡേയിലും അദ്ദേഹത്തിന് ഗംഭീരമായിട്ടുള്ള റെക്കോർഡാണ് ന്യൂസിലാൻഡിന് വേണ്ടി കളിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ IPL-ലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇതുവരെ വെറും 2 വിക്കറ്റുകളാണ് IPL അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അദ്ദേഹം പന്തെറിയുന്നു മാത്രമല്ല, ഇവരുടെ ഈ കോമ്പിനേഷൻ പോലും, മാറ്റ് ഹെൻറി ഒരു സ്ലിപ്പ് ഫീൽഡറാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മാറ്റ് ഹെൻറിയെ പോലുള്ള ഒരാളാണ് സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ ഫീൽഡ് ചെയ്യിപ്പിക്കുന്നു എന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പന്തുകൾ, അദ്ദേഹത്തിൽ അത്രയും പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്നൊരു ഘട്ടത്തിൽ പന്തുകൾക്ക് എന്തെങ്കിലും ഒരു വൈവിധ്യം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ചെന്നൈയുടെ തോൽവിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത് തന്നെയാണ്. പിന്നെ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ പോലും അവർ പിന്നെ ഈ നമ്മുടെ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി, നേരത്തെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ എടുത്തു പറയേണ്ട ക്യാപ്റ്റൻസിയാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം സമ്മർദ്ദത്തിന് അടിപ്പെട്ടിട്ടില്ല. അദ്ദേഹം വളരെ കൂളായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു ക്ലൂലെസ് ആയിട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മത്സരങ്ങളിലേക്കാണ്. ഇപ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിന് ഇപ്പോൾ ഒരു പ്രതീക്ഷയായി. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു കൂളാവുന്ന സമയം കൂടിയാണ്. അവർ 2 കളിയും ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും രണ്ടാമത്തെ മത്സരവും നന്നായി ജയിക്കുന്നു എന്നുള്ളത് പഞ്ചാബ് കൈവിട്ട കിരീടം കളിക്കുന്നതാണ്. അതെ, ഇനി ചെന്നൈക്ക് പിന്നെ ചെന്നൈ ഓൾറെഡി ഈ 2 മത്സരങ്ങൾ തോറ്റതോടുകൂടി ചെന്നൈയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ഒരു നമുക്കിപ്പം പിന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളത് 30% വരെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലാണുള്ളത്. ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം, ഒരു 70% അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് ചെന്നൈക്ക് മുന്നോട്ട് പോകാനുള്ള, അതായത് വിന്നിംഗ് ഫോർമുല അവർക്ക് ഇപ്പോഴും കണ്ടെത്താൻ കഴിയില്ല. ഓപ്പണിംഗിൽ ഉൾപ്പെടെ ബൗളിംഗിൽ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ പോലെ ഫോറിനേഴ്സ് ആരൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള 2 പേര് ഓട്ടനൊക്കെ ഒന്ന് മാറ്റുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പകരം കൊണ്ടുവരുന്നത് ആരെന്നുള്ളതാണ്. രാഹുൽ ചഹാറിനെയാണ് ഒരു കൊണ്ടുവന്നത്. അതായത് പവർ ഇമ്പാക്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തീരുമാനം തന്നെയായിരുന്നു. രാഹുൽ ചഹാർ നന്നായിട്ട് പന്തെറിഞ്ഞു. പക്ഷേ ഒബേർട്ടിനെ എവിടെയെങ്കിലും ഉൾപ്പെടുത്തണമായിരുന്നു. അതായത് അവരുടെ പ്ലേയിങ് ലെവലിൽ തന്നെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 2 പേരെയും ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് കളിക്കാമായിരുന്നു. ഒരു പവർ പ്ലേ ഇമ്പാക്ട് പ്ലെയറെ നിർണ്ണയിക്കാൻ പോലും അവർക്ക് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒബേർട്ടിനെ മാറ്റുക എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരു പാതകം, ആ കളിക്കാരന് ഉണ്ടാവുന്ന ആത്മവിശ്വാസ കുറവെന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ വളരെ ഗംഭീരമായി ബാറ്റ് ചെയ്തുകൊണ്ട് ടീമിനെ 100 കടത്തിയത് ഇദ്ദേഹമാണ്. തൊട്ടടുത്ത മത്സരത്തിൽ അദ്ദേഹത്തെ പുറത്തിരുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഇനിയിപ്പോ അടുത്തത് ചെന്നൈ അടുത്തതിന് വരാൻ പോകുന്നത് RCBക്കെതിരെ ചിന്നസ്വാമിയിലാണ്. അത്രയും ഒരു
ഹൈ ഇന്റൻസ് മാച്ച് ആയിരിക്കും. അതിൽ ഏത് തരത്തിലാണ് അവർ ഇനി കളിക്കാൻ പോകുന്നത്? ധോണി തിരിച്ചെത്തുക എന്നുള്ളതാണ് അടുത്തത്. അതെ, ധോണി പരിശീലനത്തിന് ഇറങ്ങിയിരുന്നു. എന്റർടൈനേഴ്സ് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെയാണ് കുഴപ്പമില്ല. അത് ചെന്നൈ ജയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ആ ധോണിയുടെ ഓറ കണ്ടിട്ടും അല്ലെങ്കിൽ സഞ്ജു സാംസന്റെ ഒറ്റപ്പെട്ട കുറച്ച് സിക്സറുകളും അല്ലെങ്കിൽ ഇന്നിങ്സുകളൊക്കെ കണ്ടിട്ട് നമ്മൾ സന്തോഷം അടയുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ധോണി എത്തുമ്പോഴത്തേക്കും അവരൊരു എന്റർടൈൻമെന്റ് രീതിയിൽ അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും ചെന്നൈ ഈ ടീം കോമ്പിനേഷൻ കൃത്യമല്ലെങ്കിൽ ജയിക്കുക എന്നുള്ളത് വലിയ പ്രയാസം. തീർച്ചയായിട്ടും കോമ്പിനേഷൻ ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതിൽ തന്നെ ഇമ്പാക്റ്റിനെ കഥ പറയുമ്പോൾ ഇമ്പാക്ട് പ്ലെയർ അല്ല, ഈ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് പ്രിയാൻ ഷാരിയാണ്. വെറും 11 പന്തുകൾ മാത്രമാണ് അദ്ദേഹം നേരിട്ടത്. 11 പന്ത് നേരിട്ട് 39 റൺസ് അടിച്ച് അദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച് ആവുകയാണ്. ഒരു മത്സരത്തിൽ 11 പന്ത് മാത്രം നേരിട്ടുകൊണ്ട് ഒരു ബാറ്റർ പ്ലെയർ ഓഫ് ദ മാച്ച് ആവുന്ന ഒരു നല്ല സംഭവം തന്നെയാണത്. ആ വൈഭവ് സൂര്യവംശിയെ പോലെ ഒരുപാട് പേര് നമ്മുടെ ഇതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവര് ഒരു പേടി IPL നമുക്ക് സമ്മാനിച്ചത് ഇതുപോലുള്ള ഫിയർലെസ് ആറ്റിറ്റ്യൂഡാണ്. ഉറപ്പായിട്ടും ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിലേക്ക്, പ്രധാനപ്പെട്ട ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ മുംബൈ ഇന്ത്യൻസ് വീണ്ടും ഇറങ്ങുകയാണ്. മുംബൈ വേഴ്സസ് ഡൽഹിയാണ്. രണ്ട് ടീമും ആദ്യത്തെ മത്സരം വിജയിച്ച ടീമാണ്. MSK എന്താണ് ഒരു സാധ്യത പറയുന്നത്? മുംബൈ വേഴ്സസ് ഡൽഹിയിൽ ഞാൻ മുംബൈക്കൊപ്പം നിൽക്കും. കാരണം എൻ്റെ മുൻ ടീമായിരുന്നു. അപ്പോൾ ഡൽഹി വിജയിക്കും. അല്ല, മുംബൈ ഓൾറെഡി ഈ ടൂർണമെന്റിലെ ഏറ്റവും ശക്തമായ ടീം മുംബൈയാണ്. മുംബൈ ഫാൻസിന്റെ കമന്റ് ഉണ്ടാവും, ഞങ്ങൾക്ക് ഡൽഹി പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടാ തുടങ്ങുന്നത് പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പൊ അവര് ജയിച്ചോണ്ടാ തുടങ്ങിയത്. പക്ഷെ അവര് നല്ല ടീമാണ്. അതെ അതെ, മുംബൈ മുംബൈയാണ്. വസീഫ ജസീം ആര് ജയിക്കുന്നാണ് പറഞ്ഞത്? മുംബൈ ജയിക്കാൻ ഒന്ന് മാറ്റി പറയണം. നമ്മള് രണ്ടുപേരും ഡൽഹി പറയും. ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാധ്യത മൊത്തത്തിൽ ഒരു ഫോമും സാധ്യതയൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മുംബൈക്ക് തന്നെയാണ് ഒരു പ്രതീക്ഷ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അല്ലേ, അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പ്രവചനങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവും. കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്, ഇവരുടെ ടീമിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതും പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാൻ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.